എറണാകുളം മൂഴിക്കുളത്തെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. മൂഴിക്കുളം പാലത്തിന് സമീപമായിരുന്നു തെളിവെടുപ്പ്. വിശദാംശങ്ങളുമായി എസ് രാഗൻ ചേരുന്നു. രാഗൻ, തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ജനരോഷം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും ഏറ്റവും നിർണായകമായിട്ടുള്ള നടപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നടത്തിയത്. ഈ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് അമ്മയെ തെളിവെടുപ്പ് നടത്തി. അന്ന് തിങ്കളാഴ്ച രാത്രി ഏകദേശം 7 മണിയോടുകൂടിയാണ് ഈ കാണുന്ന മൂഴിക്കുളം ജംഗ്ഷനിൽ ബസ് ഇറങ്ങി അമ്മയും കുഞ്ഞും കൂടി നടന്നു വന്നത്. ഈ വഴിയിലൂടെയാണ് നടന്നു വന്നത്. ഈ ഭാഗത്തുകൂടി തന്നെയാണ് അവർ നടന്നു വന്നത്. അങ്ങനെ പാലത്തിന്റെ മധ്യഭാഗത്തേക്ക് എത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ രാത്രിയാണ്, ഇരുട്ടാണ്, ആരും അങ്ങനെ ശ്രദ്ധയിൽപ്പെടില്ല എന്നും അവർ കരുതിയിരുന്നു. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നടന്നു. അങ്ങനെ മുന്നോട്ട് വന്നാണ് ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോൾ അവർ ഈ കുഞ്ഞിനെ താഴേക്ക് ഇടുന്നത്. അതിനുശേഷം ഒരു കൂസലുമില്ലാതെ ഇവിടെ നിന്ന് നടന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചാലക്കുടി പുഴയാണ്, വലിയ ആഴമുള്ള പുഴയാണ്. സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് വീണപ്പോൾ തന്നെ വെള്ളം അകത്ത് ചെന്ന് മരണപ്പെടുകയായിരുന്നു, ഒഴുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നിന്ന് മൃതദേഹം അല്പം അങ്ങോട്ട് മാറി പോകുന്ന നിലയൊക്കെ ഉണ്ടായത്. പോലീസിനോട് എല്ലാ കാര്യങ്ങളും അവർ വിവരിച്ചു. പോലീസ് ഓരോ കാര്യങ്ങളും അവരോട് എടുത്തു ചോദിച്ചു. അതിനൊക്കെ തന്നെ അവർ കാര്യങ്ങൾ വിശദീകരിച്ച് കൃത്യം നടത്തി എന്ന കാര്യം പറഞ്ഞു. ഇത് മുൻകൂട്ടി തീരുമാനിച്ച് നടത്തിയ ഒരു കൊലപാതകമല്ല എന്നാണ് അവർ പറയുന്നത്. അന്നേ ദിവസം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണെന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഭാഗം, ഇതാണ് ആ പോയിന്റായി പോലീസ് കണക്കാക്കിയത്. ഇവിടെ വച്ച് കുഞ്ഞിനെ എടുത്ത് ഇവിടെ നിന്ന് താഴേക്ക് ഇടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വീണ ഉടൻ തന്നെ ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി അമ്മ ഇവിടെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവർ നടന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ക്രൂരതയ്ക്ക് ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. അതോടൊപ്പം തന്നെയാണ് പിതൃ സഹോദരൻ്റെ ക്രൂര പീഡനവും. അതുമായി ബന്ധപ്പെട്ട് പുത്തൻകുരിശ് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ആ പിതൃ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തും. ഈ പോക്സോ കേസും മർഡർ കേസും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് തീർച്ചയായിട്ടും എന്താണ് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതൊക്കെ പോലീസ് വരും ദിവസങ്ങളിൽ അന്വേഷിക്കുമെന്ന് കരുതുന്നു. തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. യാതൊരു കൂസലുമില്ലാതെ മകളെ വെള്ളത്തിലേക്ക് എറിഞ്ഞ ശേഷം തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. രാഗൻ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള മാപ്പും അർഹിക്കുന്നില്ല. ഇക്കാര്യത്തിന് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. രാഗനാണ് വിശദാംശങ്ങൾ നൽകിയത്.